ഓം നമോ നാരായണായ. ഭക്തിമാർഗം ഉപദേശിച്ച് ഏവരുടെയും പാപങ്ങളെ നശിപ്പിച്ചാലും സർവവും ഭഗവാനാണെന്ന അറിവ് സിദ്ധിച്ചാൽ ശത്രുമിത്ര ഭേദത്തിന് നിലനിൽപ്പില്ലല്ലോ. പുത്രധാരാദി സംബന്ധങ്ങളിൽ ഭ്രമമുണ്ടാകുന്നത് മായ പ്രഭാവം മൂലമാണ്. ജഗദീശ്വരൻ്റെ നാമസങ്കീർത്തനത്തിന് നാവ്, പാദങ്ങളിൽ അർച്ചന ചെയ്യാൻ കരങ്ങൾ, ചാരുരൂപങ്ങൾ കാണാൻ കണ്ണുകൾ, ചരിതം കേൾക്കാൻ കാതുകൾ, സമസ്തേന്ദ്രിയങ്ങളിലൂടെയും ഭഗവാനെ പൂജിക്കാൻ കഴിയുകയാണ് പരമഭാഗ്യം. പരമമായ ലക്ഷ്യം മോക്ഷമാണെന്നും മോക്ഷപ്രാപ്തിക്ക് ഉത്തമമായ മാർഗം ഭക്തിയാണെന്നും സുഗ്രീവൻ വിശ്വസിക്കുന്നു. തൻ്റെ ചരണങ്ങൾ അച്യുത ക്ഷേത്രങ്ങൾ തോറും സഞ്ചരിക്കുമാറാകട്ടെ. തൻ്റെ അംഗങ്ങൾ എപ്പോഴും ഭഗവാന്റെ പാദങ്ങളിലെ പാംസു തീർത്ഥങ്ങൾ ഏൽക്കുമാറാകട്ടെ. ശിരസ് എപ്പോഴും ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തിപൂർവം നമസ്കരിക്കുമാറാകട്ടെ. ശ്രീരാമൻ്റെ ആശ്ലേഷത്താൽ പാപമുക്തനായി ഭവിച്ച സുഗ്രീവനെ ശ്രീരാമൻ വീണ്ടും മായയുടെ മോഹവലയത്തിലാക്കി കാര്യസിദ്ധിക്ക്, അതായത് രാവണ നിഗ്രഹത്തിന് അത് ആവശ്യമാണല്ലോ. ത്വൽപാദഭക്തിമാർഗോപദേശം കൊണ്ടു മൽപാപമുൽപാടയ ത്രിലോകീപദേ. ശത്രുമധ്യസ്ഥ മിത്രാദിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപദേ. ത്വൽപാദപത്മാവലോകനം കൊണ്ടെനി കുൽപ്പന്നമായിതു കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാം മായാപ്രഭാവം ജഗൽപദേ. ത്വൽപാദപങ്കജത്തിങ്കലുറയ്ക്കണം എപ്പോഴും ഉൾക്കാമ്പെനിക്കു രമാപദേ. ത്വന്നാമസങ്കീർത്തന പ്രിയയാകേണം എന്നുടെ ജിഹ്വ സദാ നാണമെന്നിയേ. ത്വച്ചരണാംബോരുഹങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരികെന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം. കർണങ്ങൾ കൊണ്ടു കേൾക്കായി വരണം സദാ നിന്നുടെ ചാരുചരിതം ധരാപദേ. മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുതക്ഷേത്രങ്ങൾ തോറും രഘുപദേ. ത്വൽപാദപാംസു തീർത്ഥങ്ങളേൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപദേ. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാംഗം കൊണ്ടു നിത്യം ഭവൽപദം. ഇത്തമ്പുകന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽകിടിനാൻ. അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാ തത്ര മോഹിപ്പിച്ചിതന്നേരം കാര്യസിദ്ധിക്കു കരുണാജലനിധി.